പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് എന്ന് പറയുന്ന അവസ്ഥ. എന്താണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ്? നമ്മുടെ ശരീരത്തിൽ മഞ്ഞ കളർ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് നമ്മൾ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായി കാണുന്നത് നമ്മുടെ കണ്ണിൻ്റെ സ്ക്ലീറ അല്ലെങ്കിൽ കൺജങ്ക്റ്റീവ പോലെ ആ വെള്ള സ്ഥലത്തിലാണ്. പിന്നെ കൈയുടെ വെള്ളയിൽ, അതുപോലെ തന്നെ ഈ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യൂറിനിലുണ്ടാകുന്ന ഡാർക്ക് ഡിസ്കളറേഷൻ, അതുപോലെ തന്നെ സ്റ്റൂളിലുണ്ടാകുന്ന ഡാർക്ക് ഡിസ്കളറേഷൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തം ശരിക്കും ഒരു അസുഖമല്ല, പക്ഷേ മറ്റ് അസുഖങ്ങളിൽ കാണിക്കുന്ന ഒരു ലക്ഷണമായിട്ടാണ് മെഡിക്കൽ സയൻസ് ഇതിനെ കാണുന്നത്. സാധാരണയായി നമ്മുടെ യൂറിന് ഒരു ലൈറ്റ് യെല്ലോ കളറുണ്ട്, അതുപോലെ തന്നെ സ്റ്റൂളിന് ഒരു ലൈറ്റ് യെല്ലോ കളർ ഉണ്ടാവാറുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു കളറിംഗ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും നമ്മുടെ RBC അല്ലെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഡെത്തുമായി ബന്ധപ്പെട്ട് ഹീമോഗ്ലോബിനിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട്, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ഡിസോസിയേഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു കളറിംഗ് കോമ്പൗണ്ടാണ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്ന അവയവം ലിവറാണ്. ലിവറിൻ്റെ ഫംഗ്ഷൻ്റെ ശേഷം, അല്ലെങ്കിൽ ലിവറിൻ്റെ ഫംഗ്ഷനോട് കൂടിയാണ് ഈ പറയുന്ന ബിലിറൂബിൻ ഫോം ചെയ്യപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെ RBCയുടെ ഡിസ്ട്രക്ഷനാണ്. RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ദിവസമാണ്. 120 ദിവസം കഴിയുമ്പോൾ ഓരോ RBC സെല്ലും നശിക്കുന്നു. അതിൽ നിന്നും വേർതിരിയപ്പെടുന്ന ഹീമോഗ്ലോബിൻ്റെ ബൈ പ്രൊഡക്റ്റായി ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന ബിലിറൂബിൻ. ഇത് ഫോം ചെയ്യാൻ സഹായിക്കുന്നത് ലിവറാണ്. ഇങ്ങനെ ബിലിറൂബിൻ ശരീരത്തിൽ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് യൂറിന് യെല്ലോ കളർ ഉണ്ടാകുന്നതും സ്റ്റൂളിന് യെല്ലോ കളർ ഉണ്ടാകുന്നതും. എന്നാൽ ബിലിറൂബിൻ്റെ അളവ് വളരെയധികം കൂടുന്ന ഒരവസ്ഥയാണ് നമ്മൾ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 0.8 mg/dL ആണ് ഒരു നോർമൽ വാല്യൂ ഓഫ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. എന്നാൽ അതിലും കൂടുതൽ വരുന്നൊരവസ്ഥയാണ് നമ്മൾ ജോണ്ടിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ടോട്ടൽ ബിലിറൂബിൻ കൗണ്ട് 2 mg/dL എത്തുമ്പോഴേക്കും നമ്മൾ അതിനെ ക്ലിനിക്കൽ ജോണ്ടിസ് എന്ന രീതിയിലായിരിക്കും പറയുക. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം ജോണ്ടിസ് ഉണ്ടാകുന്നത്? ജോണ്ടിസിനെ നമുക്ക് 3ആയിട്ട് വേർതിരിക്കാം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്നറിയപ്പെടുന്നു. പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൻ്റെ പ്രധാന കാരണങ്ങൾ ബ്ലഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അനോമലീസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസോ ഡിസീസോ ആവാം. അമിതമായ RBC നശിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ശരീരത്തിൽ RBC നശിപ്പിക്കുന്നതിന് ആവശ്യമായ അല്ലെങ്കിൽ കാരണമായിട്ടുള്ള ഓട്ടോ ആൻറ്റിബോഡീസ് ഫോം ചെയ്യുന്നത് കൊണ്ടോ, മറ്റ് ജെനറ്റിക് ഡിഫക്റ്റുകൾ കൊണ്ടോ റീസണായിട്ടാണ് ഇങ്ങനെയുള്ള പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് ഉണ്ടാകുന്നത്. ഇവിടെ പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ബിലിറൂബിൻ കൗണ്ട് നമുക്ക് വളരെ കൂടുതലായിട്ട് കാണാം. എന്നാൽ മറ്റ് LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലുള്ള റിസൾട്ടുകളോ, അതുപോലെ തന്നെ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്നതൊക്കെ നോർമലായിരിക്കും. സോ അവിടെ നമ്മൾ കൃത്യമായിട്ടും ഒരു എക്സ്പേർട്ട്, അതായത് ഒരു ഹെമറ്റോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ എന്താണ് ഈ ബ്ലഡിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് കൃത്യമായും മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. സാധാരണഗതിയിൽ കൊച്ചുകുട്ടികളിൽ ജനന സമയത്ത് ഈ മഞ്ഞ കളർ അല്ലെങ്കിൽ ജോണ്ടിസ് കാണപ്പെടാറുണ്ട്. അതിൽ പ്രധാന കാരണം കുട്ടികളുടെ ബ്ലഡിലുള്ള സെല്ലുകളുടെ വളർച്ച പൂർണ്ണമാകാത്തത് കൊണ്ട് അത് വേഗം തന്നെ ഡിസ്ട്രക്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാവാം. പക്ഷേ എല്ലാ സമയത്തും നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അമ്മയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ചില ഓട്ടോ ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് കുട്ടിയുടെ സെല്ലുകളെ നശിപ്പിക്കുന്നതും ഇതിനൊരു കാരണമായിട്ട് വരും. സോ അവിടെയും കൃത്യമായി ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി ഇതിനെ ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയുമാണ് വേണ്ടത്. ചില ആളുകളിൽ തുടർച്ചയായി 2 mg/dL ബിലിറൂബിൻ കൗണ്ട് കാണിക്കാറുണ്ട്. എന്നാൽ ലിവറിന് ഡാമേജോ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇത് ജെനറ്റിക്കലി നമുക്കറിയപ്പെടുന്ന ഗിൽബർട്ട് സിൻഡ്രോം എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. സാധാരണ ഇങ്ങനെ ഉണ്ടാകുന്ന ആളുകളിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ എല്ലാ സമയത്തും കാണിക്കുന്നുണ്ടെങ്കിലും അവർക്ക് മറ്റ് പ്രശ്നങ്ങളോ മറ്റ് കോംപ്ലിക്കേഷൻസോ ഒന്നും തന്നെ സാധാരണയായി കണ്ടുവരാറില്ല. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് ഹെപ്പാറ്റിക് ജോണ്ടിസ് അല്ലെങ്കിൽ ഹെപ്പാറ്റോ സെല്ലുലാർ ജോണ്ടിസ് എന്നാണ്. ഇത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ലിവർ സെല്ലുകൾക്കുണ്ടാകുന്ന ഡാമേജ്, അത് പല രീതിയിലുള്ള ഡാമേജുകൾ സംഭവിക്കാം. ഒന്നെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഡീജനറേറ്റീവ് ഡാമേജ് ആയിട്ടുള്ള ലിവർ സിറോസിസ് പോലുള്ള അവസ്ഥകൾ, അതുപോലെ തന്നെ ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ പോലുള്ള അവസ്ഥകൾ, മദ്യപാനം, പോയിസണിങ്, ചില ഡ്രഗ്സിൻ്റെ ടോക്സിസിറ്റി, ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെയും ഈ പറയുന്ന ലിവർ സെൽ ഡാമേജ് സംഭവിക്കും. അതുപോലെ തന്നെ ചില വൈറൽ ഇൻഫെക്ഷൻ സച്ച് ആസ് ഹെപ്പറ്റൈറ്റിസ്. നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് സാധാരണയായി കണ്ടുവരുന്നൊരവസ്ഥയാണ്. ഹെപ്പറ്റൈറ്റിസ് പല ക്ലാസിഫിക്കേഷനുണ്ട്. പക്ഷേ കൂടുതലായും നമ്മുടെ ഏരിയയിൽ കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് A ആണ്. ഈ ഹെപ്പറ്റൈറ്റിസ് എയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണയായി നമുക്ക് ഇത് ഇൻഫെക്റ്റഡ് ആവുന്നത് കണ്ടാമിനേറ്റ്, അതായത് സുരക്ഷിതമല്ലാത്ത ഫുഡ്, അതുപോലെ തന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നതിലൂടെയൊക്കെയാണ്. അത് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചൂടുള്ള സമയമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും വഴി സൈഡിൽ കാണുന്ന പലതരം ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കാറുണ്ട്, ഫുഡ് ശ്രദ്ധിക്കാതെ കഴിക്കാറുണ്ട്. അത് പല സമയത്തും ഇങ്ങനെയുള്ള ഹെപ്പറ്റൈറ്റിസ് A ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള ലിവർ സെല്ലിൻ്റെ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ലിവറിൻ്റെ അസുഖങ്ങൾ ഈ ജോണ്ടിസ് കാണിക്കുന്നതിന് കാരണമാകാറുണ്ട്. ഇതിനെ നമ്മൾ ഹെപ്പാറ്റോ സെല്ലുലാർ ജോണ്ടിസ് എന്നോ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്നോ പറയാറുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ് അല്ലെങ്കിൽ നമുക്കിതിനെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറയും. ഇത് പ്രധാനമായും നമ്മുടെ പിത്താശയം അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ അതിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ ബിലിയറി ട്രീ എന്ന് നമ്മൾ സാധാരണ മെഡിക്കൽ സയൻസിൽ പറയുന്ന ബിലിയറി ഡക്റ്റും ഗോൾ ബ്ലാഡറിലൂടെ ഒഴുകുന്ന പിത്തരസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബൈലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലുള്ള ഒബ്സ്ട്രക്ഷൻസ്, അത് ചിലപ്പം പിത്താശയ കല്ലാവാം, അവിടെ ഉണ്ടാകുന്ന ചില ട്യൂമറുകളാവാം, മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒബ്സ്ട്രക്ഷൻസ് ആവാം. ഇങ്ങനെ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ബൈലിന് കൃത്യമായി ഫ്ലോ ചെയ്യാൻ പറ്റാതാവുകയും അത് ബിലിറൂബിൻ കൗണ്ട് ഉയർത്തുന്നതിന് കാരണമാകാറുമുണ്ട്. ഇതിനെ നമ്മൾ സാധാരണ പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്നാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന്, അല്ലെങ്കിൽ ബിലിയറി ജോണ്ടിസ് എന്ന് പറയപ്പെടുന്നു. ഒരു ജോണ്ടിസ് കാണിക്കുന്ന വ്യക്തിയിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഇതിൻ്റെ കൂടെ കാണാൻ സാധിക്കുന്നത്? അപ്പോൾ പല അസുഖങ്ങളിലും അല്ലെങ്കിൽ ഇതിൻ്റെ റീസൺ അനുസരിച്ച് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പം ബ്ലഡുമായി ബന്ധപ്പെട്ട പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് അല്ലെങ്കിൽ ഹീമോലൈറ്റിക് ജോണ്ടിസ് ആണെങ്കിൽ സാധാരണഗതിയിൽ അനീമിയ പോലുള്ള അവസ്ഥകളും വളരെയധികം ക്ഷീണവും ഒക്കെ പേഷ്യൻ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹെപ്പാറ്റിക് ജോണ്ടിസിൽ പ്രധാനമായിട്ടും ക്ഷീണത്തിനൊപ്പം തന്നെ ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള അബ്നോർമൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ, അതായത് ഛർദ്ദിക്കാൻ തോന്നുക, അതുപോലെ തന്നെ വിശപ്പ് കുറയുക, വയറിന് വേദന ഉണ്ടാവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസിലും നമുക്ക് വയറിൻ്റെ വലതേ സൈഡിൽ വളരെ ഒരു ഡിസ്കംഫർട്ട്, ഒരു വേദന സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. അത് മിക്കവാറും ഈ പറഞ്ഞ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ബൈൽ ഡക്റ്റ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബിലിയറി ട്രീയിലുള്ള ഇൻഫെക്ഷൻ, ദെൻ സ്റ്റോൺ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാരണം കൊണ്ടാവാം ഇങ്ങനെ വേദന ഉണ്ടാകുന്നത്. ഇതിലൊക്കെ കോമൺ ആയി കാണിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുന്നതാണ്. നമുക്കറിയാം ചൊറിച്ചിലുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ഇറപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഇറപ്ഷൻസിനെ ഒന്നും കാണാൻ കഴിയില്ല, എന്നാലും ശരീരത്തിൽ നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടാകുന്നത് ഇതിനൊരു കാരണമാണ്. ഇങ്ങനെ ശരീരത്തിൽ മഞ്ഞ കളർ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായി ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറിൻ്റെ സഹായത്തോടുകൂടി ഡയഗ്നോസിസ് ചെയ്യുകയും അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം ചെയ്യാനായിട്ട്. നമുക്കറിയാം പല രീതിയിലും പല ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ചില ആളുകൾ സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടി ശ്രമിക്കാറുണ്ട്, പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കൃത്യമായൊരു ഡയഗ്നോസിസ് ആവശ്യമാണ്. നമുക്കറിയില്ല ഈ പറയുന്ന മഞ്ഞപ്പിത്തം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന്. അതുകൊണ്ട് തന്നെ കൃത്യമായും കാരണം മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യേണ്ടത്. ഇനി സാധാരണയായി നമ്മൾ മഞ്ഞപ്പിത്തമുള്ള ആളുകളിൽ ചെയ്യാൻ സാധ്യതയുള്ള ചില ടെസ്റ്റുകളിൽ ഒന്ന് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. ബിലിറൂബിൻ്റെ അളവ് നമ്മൾ നോക്കും. അതുപോലെ തന്നെ SGPT, SGOT, അതുപോലെ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് പോലെയുള്ള ചില എൻസൈംസിൻ്റെ അളവും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിനൊപ്പം തന്നെ ലിവറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അൾട്രാസൗണ്ട് എടുത്ത് നോക്കാറുണ്ട്. അൾട്രാസൗണ്ടിലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ലഭിക്കുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ ഈ LFT ബിലിറൂബിനൊഴികെ ബാക്കിയുള്ള LFT അതുപോലെ തന്നെ അൾട്രാസൗണ്ടിൻ്റെ റിസൾട്ടൊക്കെ നോർമൽ ആവാറുണ്ട്. അവിടെ നമ്മൾ കൃത്യമായും ഒരു ഹെമറ്റോളജിസ്റ്റിനെ കണ്ട് ബ്ലഡിൽ എന്താണ് ഇതിനുള്ള റീസൺ എന്ന് കണ്ടുപിടിക്കുക, അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ചൂടുള്ള സമയമാണ് വരുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായി അടുത്തുള്ള ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ സമീപിക്കുക. കൂടുതൽ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും